കോഴിക്കോട് വിലങ്ങാട് ദുരിതബാധിതരുടെ പുനരധിവാസം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് അവിടെ ഹർത്താൽ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. BJPയും കോൺഗ്രസുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതേസമയം ദുരിതബാധിതരുടെ വില്ലേജ് ഓഫീസ് ഉപരോധം ഇന്നും തുടരും. രമ്യ ദാസാണ് വിവരങ്ങളുമായി ചേർന്നത്. രമ്യ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഹാപ്പി ആനിവേഴ്സറി. ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും സേതുവിനും ഹാപ്പി ആനിവേഴ്സറി നേരുവാണ്. നമ്മൾ ഒരു വർഷമായി ഈ ഒരു മാധ്യമരംഗത്തേക്ക് കടന്നു വന്നിട്ട് എന്തായാലും എല്ലാവർക്കും ഹാപ്പി ആനിവേഴ്സറി. ശരി, അവിടെ പ്രതിഷേധം ആരംഭിച്ചോ? സേതു, ഇപ്പോൾ വിലങ്ങാട് ഇന്നിപ്പോൾ ഹർത്താലാണ്. അതായത് ഈ കഴിഞ്ഞ വർഷം ചൂരൽമല ഈ ഉരുൾപൊട്ടലുണ്ടായ അതേ സമയം തന്നെയാണ് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടാവുന്നത്. എന്നാൽ ഈ ചൂരൽമലയുടെ ആഘാതത്തിൻ്റെ ഏകദേശം അത്രത്തോളം തന്നെയാണ് ഈ വിലങ്ങാടും ഉണ്ടായിട്ടുണ്ട്. ഒരാളാണ് മരിച്ചത്. പക്ഷേ നിരവധി വീടുകൾക്ക്, ഒരു 120ഓളം വീടുകൾക്ക് ഇത്തരത്തിൽ കേടുപാടുകളും അതുപോലെ തന്നെ വീടുകൾ നാശനഷ്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സർക്കാരിൻ്റെ പട്ടികയിൽ ഏകദേശം ഒരു 31ഓളം വീടുകൾക്കാണ് പുനരധിവാസം പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷവും ഈ ഒരു വർഷം പിന്നിട്ടിട്ടും ഇവർക്ക് കൃത്യമായ പുനരധിവാസം ഉണ്ടായിട്ടില്ല. ഇവരെ സർക്കാർ വേണ്ട രീതിയിൽ ഇവർക്ക് വേണ്ട അവഗണിക്കുകയാണ് തുടങ്ങിയ ആവശ്യങ്ങൾ ആണ് ഇവിടെ പൊതുവെ ഈ ഒരു വർഷമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഇത്തരത്തിൽ നിരവധി തവണ MLA-മാർക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും എല്ലാം ഇവർ നിവേദനങ്ങളും കത്തുകളും എല്ലാം നൽകി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഇത്തരത്തിൽ ഒരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും മഴ കനത്തതോടുകൂടി കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം ഒരാഴ്ചയായി നല്ല കനത്ത മഴയാണ് തുടരുന്നത്. ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിടിച്ചിലുണ്ടാവുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഏകദേശം ഒരു 9 കുടുംബങ്ങളെയാണ് ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത്. തുടർന്നാണ് ഈ 3 ദിവസമായി ഇവർ വില്ലേജ് ഓഫീസ് ഉപരോധം നടത്തുന്നുണ്ട്. ഇവരുടെ വിഷയം ഇത് തന്നെയാണ്. കാരണം കൃത്യമായ പുനരധിവാസം വേണം, ഇവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള ഉരുൾപൊട്ടൽ ദുരിതബാധിതരോടുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് വിലങ്ങാട് ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യ ദാസ്, കോഴിക്കോട് നിന്ന്.